മേഖലകളെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സംസ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിച്ച ലോകത്തിന്റെ മുഴുവൻ കരുണയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും കടലായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീവ്രവാദിയായും ഭീകരവാദിയായും കൊള്ളത്തലനുമായും ചിത്രീകരിക്കുകയും ചരിത്ര വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുഹമ്മദ് നബി എന്ന ലോക നേതാവിനെ വളരെ വളരെ മോശമായി ചരിത്രം ചെയ്യുകയും പടിഞ്ഞാറൻ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിട്ടുവീഴ്ചയുടെയും കരുണയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മറ്റു എല്ലാ മാനുഷിക സൽഗുണത്തിന്റെയും വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സംസ്കാരത്തിന്റെ 1000 കാതം അപ്പുറത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഈ പിന്തിരിപ്പിൽ ശക്തികളുടെ ശൂന്യമായ സംസ്കാരത്തിന് ഇല്ല. അറിയുമോ പ്രിയപ്പെട്ടവരെ, മക്ക ഫതഹിന്റെ ദിവസം 10,000-കണക്കിന് സഹാബാക്കളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തുൽ മുകറമയിലെത്തി കഅബാലയത്തിന്റെ മുന്നിലെത്തി. അവിടെ ആ സമയം പ്രവാചകരെ കല്ലെറിഞ്ഞവരോ കൂക്കി വിളിച്ചവരോ പരിഹസിച്ചവരോ മലമുകളിൽ നിന്ന് പാറക്കല്ലുരുട്ടി കൊന്നുകളയാൻ ശ്രമിച്ചവരോ തന്റെ അന്യായികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അനിഷ്ടം പേരെ കൊന്നുകളഞ്ഞവരും അവിടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും പട്ടാളച്ചിട്ടൽ അടിവെച്ച് മുന്നേറുകയാണ്. പ്രവാചകരുടെ ശത്രുക്കൾ നിരായുധരായി നിസ്സാരായി പേടിച്ച് ആലിനെ പോലെ പേടിച്ച് വിറച്ച് പ്രവാചകന്റെ മുന്നിൽ ഒത്തുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നിൽക്കുകയാണ്. സഹാബാക്കൾ പിന്നിൽ അണിനിരക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് ഉണ്ട്, ജാഫർ ഇബ്നു അബി ത്വാലിബ് ഉണ്ട്, ഹംസത്തുൽ കർറാർ ഉണ്ട്, വീര ശൂര പരാക്രമിയായ അലി ഇബ്നു അബി ത്വാലിബ് ഉണ്ട്, അറബിയ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ യുദ്ധതന്ത്രനായകനായ ഖാലിദ് ഇബ്നു വലീദ് കൂടെയുണ്ട്. അങ്ങനെ തുടങ്ങിയ അല്ലാഹുവിനു വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറായ 10,000-കണക്കിന് സഹാബാക്കൾ പ്രവാചകന്റെ കൂടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരോട് ചോദിച്ചു, ഓ മക്കക്കാരെ, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് സമീപനമാണ് ആഗ്രഹിക്കുന്നത്? ഇത് കേട്ട മക്കക്കാരുടെ അല്പസമയം അന്തം വിട്ടു നിന്ന് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, പറയുക, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് സമീപനമാണ് ആഗ്രഹിക്കുന്നത്? മക്കക്കാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഉദാലുവായ പിതാവിന്റെ ദയാലുവായ പുത്ര, ഞങ്ങളുടെ ഭാഗ്യനയ, ഞങ്ങൾ നിന്നോട് ചെയ്തിട്ടുള്ള ക്രൂരതയ്ക്ക് ഇന്നീ ദിവസം നീ ഞങ്ങളെ ഇഞ്ചിഞ്ചായി വെട്ടിമുറിച്ചാലും മതി വരില്ല. പക്ഷേ ഞങ്ങൾ നിന്നിൽ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കുന്നു മുഹമ്മദ്. അള്ളാഹുവിന്റെ അഭിസ്തുതി നിറഞ്ഞ ആകാശത്തിൽ എഴുത്തിക്കൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, നാഥാസ്തുതികൾ സർവ്വതും നിനക്കാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ മക്കൾക്കവരോട് പറഞ്ഞു, നിങ്ങൾ പോവുക, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. ആക്രമിച്ചവർക്ക് ഏറ്റവും വലിയ പൊതുമാപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മുസൽമാൻ അഭിവന്ദനായ അമേരിക്കാരായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലല്ലാതെ വേറെ നേതാവിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റോ? യുദ്ധ സന്ദർഭങ്ങളെ യുദ്ധത്തടുവുകാരെ കൊണ്ടുവന്ന് ഗ്യാസ് ചമ്പരകൾ ചുട്ടിക്കൊന്ന ചരിത്രം മാത്രം ആധുനിക പ്രതിലോമ പിന്തിരിപ്പങ്കാരികൾക്ക് പറയാനുള്ളത് എങ്കിൽ 30 ലക്ഷം ചതുരശ്ര സ്റ്റുഡിയോ പ്രവിശാലമായ ഇസ്ലാമിൽ പഠിക്കിട്ട് ചോദ്യം ചെയ്യപ്പെടാത്ത അമരക്കാരനായി മാറിയപ്പോൾ പ്രഖ്യാപിത യുദ്ധങ്ങളിൽ പ്രവാചകർ പറഞ്ഞു, മരങ്ങൾ മുറിക്കപ്പെടരുത്, കുട്ടികൾ വധിക്കപ്പെടരുത്, നിരപരാധികൾ ആക്രമിക്കപ്പെടരുത്, സ്ത്രീകൾ ആക്രമിക്കപ്പെടരുത്, പക്ഷിപ്രവാദികൾ ചുട്ടെടുക്കപ്പെടരുത്. എന്തിനു വേണ്ട, ഭൂമിയുടെ കല്ലുകളിൽ ഉള്ള കാലുകൾ വെച്ച് നടക്കുന്ന ഒരു ഉറുമ്പും കൂട്ടത്തെ പോലും നമ്മളെ കൊണ്ട് യാതൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന് ഈ ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശം ഓതി കേൾപ്പിച്ച അശറഫുന മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.